വളരെ ശാന്തമായി കിടക്കുന്ന ഈ സിറ്റിയിലെ പേരുപോലും ആർക്കും അറിയില്ലാത്ത ഒരു മൂവർ സംഘമാണ് ഞങ്ങൾ. ഞങ്ങൾ മൂന്നുപേരും അറിയാതെ ഈ സിറ്റിയിൽ ഒരു ഡീലിങ്ങും നടക്കാറില്ല. ഇവൻ വെട്ടുകുത്തി വെങ്കിടേഷ്, ഇവൻ ജിമ്മ് ജെയ്സൺ. ഇവന്മാര് രണ്ടുമാണ് എൻ്റെ ശക്തികൾ. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അന്ന് ആ സംഭവം നടന്നത്. മറ്റവനാ പൈസ മേടിക്കാൻ വന്നിട്ടുണ്ട്. അവനോട് പോയി വരാൻ പറ. ഓക്കെ ബസ്. ബോസേ, ഞാൻ പറഞ്ഞ കാശ് റെഡിയായോ? ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. ആ പൈസ വെച്ചേക്കുന്ന ഭാഗ്യം കൊടുത്തുണ്ടോ? ബോസേ, ഇത് പറഞ്ഞ കാശുണ്ടല്ലോ അല്ലേ? കാശ് പറഞ്ഞതുണ്ടോന്ന്? കിട്ടിയ കാശും കൊണ്ട് വേഗം പോവാൻ നോക്ക്. നീ പോയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ ഭാഗങ്ങൾ മേടിച്ചിട്ട് അവനെ തീർത്തിട്ടിങ്ങി പോയി. അവിടെ നിന്നേ. അവൻ പോയിട്ട് നേരം കുറയാലോ. ചില്ലറ പണികളൊക്കെ വേഗം തീർത്തിട്ട് തന്നെ പയ്യനാ. എന്തോ പന്തികേട് മണക്കുന്നുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്തു, ഒന്ന് പോയി നോക്കിയിട്ട് വന്നു. ബോസ്, അവൻ നമുക്കിട്ട് പണിഞ്ഞു. അവനാ മറ്റവൻ്റെ കൂടെ കൂടി. അമ്മാരി ഇനി വെച്ചേക്കണ്ട. പോയി രണ്ടിനെയും തീർത്തിട്ട് ആ പൈസ ആയിട്ട് വാ. എടാ പിള്ളേരെ, ഈ കാശ് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ളതാ. ഇത്ര നാൾ അവൻ്റെ കൂടെ നടന്നിട്ട് കിട്ടി അടിക്കുന്ന ഒരിക്കലുള്ള പ്രതിഫലം കൂട്ടിയാൽ മതി. അമ്മാരിത് എവിടെ പോയി? ഇതിനെയൊക്കെ തീർത്തിട്ട് പൈസ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ ഇവിടെ എന്നെ അടുത്തോണ്ടിരിക്കുക. പിടയ്ക്കാതെ ബോസേ, തീർക്കാന്നേ. സമയമുണ്ടല്ലോ. ഞാനല്ല തീർക്കാൻ പോകുന്നേ, ഡേവിഡ്, ഹാർലി ഡേവിഡ്. എന്താടാ നിനക്കൊക്കെ ഒരു മാറ്റം? ഞാൻ നിന്റെയൊക്കെ ബോസാ.
മര്യാദയ്ക്ക് ആ പണം തന്നു. നിന്റെ പണോ? ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണോ? ഇത് നീ അങ്ങ് മറന്നേക്ക്. തീർക്കും ഞാൻ എല്ലാത്തിനും. ആ ഒരു നിമിഷത്തിൽ കൊടൂരമായ ആ തീരുമാനം എനിക്കെടുക്കേണ്ടി വന്നു. അങ്ങനെ സിറ്റിയിൽ പുതിയൊരു ഗ്യാങ് രൂപപ്പെട്ടു.